ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. 2 കപ്പ് പച്ചരിക്ക് 1/2 കിലോ ശർക്കരയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഇത് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. നമ്മൾ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ചൂടാറാൻ വെക്കാം. ശർക്കരപ്പാനി ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ചെടുക്കാം. ഇതിൽ അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് അരിച്ചെടുത്ത് നോക്കാം. കണ്ടോ, അഴുക്കൊക്കെ കണ്ടോ? കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരി ഒട്ടും വെള്ളമില്ല. എന്നിട്ട് നമുക്ക് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. രണ്ടായിട്ട് അടിക്കണം. ഇത് ഒരെണ്ണത്തിൽ തന്നെ ഇടുമ്പോൾ കൂടുതലായി പോകും. ഇനി ഈ ശർക്കരപ്പാനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അരച്ചെടുത്തിട്ടുണ്ട്. റവത്തരിയുടെ പരുവത്തിനാണ് ഇത് അരച്ചെടുക്കേണ്ടത്. നൈസായിട്ട് അരക്കരുത്. ഇത് ഈ പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. ബാക്കിയുള്ള അരിയും കൂടി നമുക്ക് അരച്ചെടുക്കാം. ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. നല്ല പഴുത്ത പാളയംകുടം പഴമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. അരച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പാകത്തിൽ തന്നെയാണ് അരച്ചെടുത്താക്കണത്. നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഈ കൂട്ട്. അടുത്തത് ഞാൻ ബേക്കിംഗ് സോഡയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഇട്ടാൽ മതി. പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നത്. ഇനി എല്ലാം കൂടി അവിടെ മിക്സ് ചെയ്യുക. ഈ ഒരു പാകം വേണം ഈ കൂട്ടുണ്ടാക്കിയെടുക്കാൻ. ചേർക്കാൻ വേണ്ടിയിട്ട് തേങ്ങാക്കൊത്ത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്താക്കിയാണ്. ഇനി നെയ്യിൽ നമുക്ക് വറുത്തെടുക്കുക. നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക.
നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി എള്ള് ചേർത്ത് കൊടുക്കുക. കറുത്ത എള്ളാണ് ചേർത്താക്കുന്നത്. മൊരിഞ്ഞ തേങ്ങയും എള്ളും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ അതിലോട്ടും ഒഴിച്ചു കൊടുക്കാം. നിറച്ചൊഴിക്കരുത്. ഇനി മൊരിഞ്ഞ് വന്നിട്ടുള്ള ഒരു ഭാഗം ഇനി മറിച്ചിട്ട് കൊടുക്കാം. ഇടക്കിടക്ക് തിരിച്ചും മറിച്ചും അങ്ങനെ ഇട്ട് കൊടുക്കുക. ഉണ്ണിയപ്പം 2 വശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതെടുത്ത് മാറ്റാം. നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ്. നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് പൊളിച്ച് നോക്കുമ്പോൾ നല്ല ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.